ക്രിസ്തുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം കൂടി ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നതായ വിഷയം പുളിച്ച മാവിനോട് സാദൃശ്യം, ദൈവരാജ്യം പുളിച്ച മാവിനോട് സാദൃശ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അത് യേശുവിൻ്റെ ഉപമകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താദി കർത്താവും രാജാദി രാജാവും ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമാകുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വചനത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചതായ ഉപമകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അടിയങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഉതകുവാൻ കർത്താവ് സഹായിക്കണമേ. ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോട് വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അതെ, നാം ക്രിസ്തുവിൻ്റെ ഉപമകൾ എന്ന വിഷയത്തെക്കുറിച്ച് തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്വർഗരാജ്യം ഒരു പുളിച്ച മാവിനോട് സാദൃശ്യം എന്ന ഉപമയാണ് ഞാൻ പറയുവാനൊക്കെ ആഗ്രഹിക്കുന്നത്. അതായത് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് അനേകർ വന്നതായിട്ട് നാം കാണുകയുണ്ടായി. വിദ്യാഭ്യാസമുള്ളവർ, അതുപോലെ വിദ്യ കുറഞ്ഞവർ, അതേ ധനവാന്മാർ, പാവപ്പെട്ടവർ, കൃഷിക്കാർ, അങ്ങനെ ജീവിതത്തിലെ തുറയിലുള്ള അനേകർ വന്നു. എന്നാൽ ചിലർക്ക് ചില സംശയങ്ങളുണ്ടായി. എന്താണ് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ളതായ വ്യക്തികളാണോ യേശു ക്രിസ്തുവിന് ഉണ്ടാകുവാൻ പോകുന്നതായ രാജ്യത്തിൻ്റെ അവകാശികൾ എന്ന് സംശയിക്കുകയുണ്ടായി. അപ്പോൾ ആ സാഹചര്യത്തിലാണ് യേശു ക്രിസ്തു അവരുടെ ഈ ചിന്താഗതിക്ക് വേണ്ടി ഒരു ഉപമ പറയുകയാണ്. അത് നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:34 വാക്യം ഞാൻ വായിക്കുകയാണ്. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് കർത്താവ് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ പുളിച്ച മാവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വീടുകളിൽ സാധാരണയായിട്ട് അരി അല്ലെങ്കിൽ മാവ് അരച്ച് അതിൽ പുളി ചേർത്ത് പിറ്റേ ദിവസത്തേക്ക് അത് പുളിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു നടപടികളുണ്ട്. എന്നാൽ ഇവിടെ ഈ ഒരു അതായത് പുളിമാവ് എന്ന് പറയുമ്പോൾ പരീശന്മാരുടെ ഇടയിൽ അതൊരു ദോഷമായിട്ടാണ് കരുതുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു പാപത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് കരുതുന്നത്. നമുക്കറിയാം, പഴയ നിയമ കാലത്ത് ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് വിട്ടു പോന്നപ്പോൾ അവരോട് പുളിച്ചത് ഒന്നും ഉണ്ടാകാതിരിപ്പാൻ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് പാപത്തെ ആണ് സൂക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ തൻ്റെ ശിഷ്യന്മാരോടായിട്ട് പ്രകാരം പറയുകയുണ്ടായി. അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 12:1 ഞാൻ വായിക്കുന്നു, പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കർത്താവരോട് ഉപദേശിക്കുകയുണ്ടായി. കാരണം പരീശന്മാർ വിദ്യാഭ്യാസ അല്ലെങ്കിൽ അവർ പുറമോടിയായിട്ട് ദൈവഭയവും ദൈവസ്നേഹവും പള്ളിയിൽ പോവുകയും പ്രഥമ സ്ഥാനം ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. എന്നാൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് അതൊരു കപടഭക്തിയായിട്ട് അല്ലെങ്കിൽ പുളിച്ച മാവായ കപടഭക്തിയെ സൂക്ഷിച്ചുകൊള്ളുവാൻ കൊണ്ട് കർത്താവരോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസും കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 5 ഞാൻ വായിക്കുന്നു, തിന്മയും ദുഷ്ടതയും ആയ പുളിമാവ് കൊണ്ടുമല്ല. അപ്പോൾ എന്താണ് തിന്മയും ദുഷ്ടതയും ഒരു പുളിമാവായിട്ട് ചിത്രീകരിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണുവാനൊക്കെ വേണം സാധിക്കും. എന്നാൽ യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞത് അതായത് സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സാദൃശ്യമെന്ന് പറയുകയുണ്ടായി. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, അതായത് പുളിമാവിൻ്റെ അത് മാവിൽ ചേർക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, അതിനകത്ത് അതിൻ്റെ ഉള്ളിൽ കൂടി പ്രവർത്തിക്കുകയാണ്. അത് പകരുകയും പടരുകയും ചെയ്യുകയാണ്. അങ്ങനെ അത് ഒരു സമയമാകുമ്പോൾ അതിങ്ങനെ പൊങ്ങി അത് ഞാൻ ഓർത്തു പോവുകയാണ്. എൻ്റെ വീട്ടിൽ അപ്പമുണ്ടാക്കുവാൻ്റെ കോണം അരിയും എല്ലാ കാര്യങ്ങളെല്ലാം അരച്ചിങ്ങനെ അതിനകത്ത് ഈസ്റ്റ് ചേർത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അതെന്താണ് സംഭവിക്കുന്നത്, അത് പൊങ്ങി വരുന്നതായ കാഴ്ച കാണുവാൻ കൊണ്ട് സാധിക്കും. അത് നമുക്കിപ്പോൾ പുറമേ നോക്കിയാൽ കാണുകയില്ല, പക്ഷേ അത് പടിപടിയായിട്ട് ഉയർന്നു, അതായത് ദൈവത്തിൻ്റെ കൃപ അത് മനുഷ്യ ജീവിതങ്ങളിൽ എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നുള്ളത് കാണിപ്പാൻ തക്കവണ്ണമാണ് ഈ പുളിച്ച മാവിനോട് സാദൃശ്യം എന്ന് യേശു ക്രിസ്തു നമ്മോട് പറയുന്നത്.
എന്നാൽ ഭൗമിക ജീവിതത്തിൽ പലരും അതായത് ക്രിസ്തീയ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് നടിച്ച് നടക്കുന്നവരുണ്ട്. എന്നാൽ അവരുടെ ഉള്ളിൻ്റെ അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്നത്, അതായത് ദൈവിക സത്യവും അതുപോലെ വിശ്വാസം അല്ലെങ്കിൽ അവരുടെ പുറമേയുള്ളതായ വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവിക സത്യങ്ങൾ അത് എന്നേക്കും നിലനിൽക്കുന്നതായ സത്യങ്ങളാണ്, അതിന് മാറ്റമില്ല. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് ഏറിക്കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പുറമേ കാണുന്നതായ കാര്യമായിട്ട് അല്ലെങ്കിൽ പുറമേ കാണുന്നതിൽ വ്യത്യാസമാണ് ഉള്ളിലുള്ളത്. ആയതുകൊണ്ട് ഉള്ളിൻ്റെ ആര് പരിശോധിക്കും? ഞാൻ മുമ്പേ പറഞ്ഞു, ദൈവം പരിശോധിക്കുകയാണ്. അതുകൊണ്ട് ദൈവവുമായുള്ള നമ്മുടെ ഇടപാടുകളിൽ എപ്രകാരം നിലനിൽക്കുന്നു എന്ന് നാം അനുദിനം ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ആവശ്യമാണ്. അതായത് ദൈവരാജ്യം പുളിച്ച മാവിനൊരു സാദൃശ്യം എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ വളർച്ച, അത് ദൈവത്തിൻ്റെ കൃപയുടെ വളർച്ച അനുദിനവും അത് നമ്മെ ഉന്നത സ്ഥാനത്ത്, അതായത് സ്വർഗത്തിൽ പോകുവാൻ വേണ്ടിയുള്ള ഒരു നടപടിയായിട്ട് തീരണം. ആയതുകൊണ്ട് ദൈവകൽപ്പനയും യേശുവിൽ വിശ്വാസം, ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് നീതിക്ക് യോഗ്യമായ ഫലം കായ്ക്കുന്നവരായി നാം ഓരോരുത്തരും തീരണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ അടുത്ത് ഒരു ന്യായശാസ്ത്രി, നിക്കോദീമസ് എന്ന് പറയുന്ന ന്യായശാസ്ത്രി ഒരു അന്തിമയങ്ങിയതായ സമയത്ത് വരികയുണ്ടായി. സ്വർഗരാജ്യം എങ്ങനെ അവകാശമാക്കണം അതറിയുവാനുള്ള ജിജ്ഞാസയോടുകൂടി ഈ കടന്നു വന്ന വ്യക്തിയോട് കർത്താവ് പറയുകയുണ്ടായി. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അതെവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവരെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ന്യായശാസ്ത്രി ആയിരുന്നു, അല്ലെങ്കിൽ നല്ലപോലെ വേദപുസ്തകത്തിൽ അന്നത്തെ കാലത്തെ ചുരുളുകളിൽ നല്ല പരിചയമുള്ള വ്യക്തിയായിരുന്നു നിക്കോദിമോസ്. എന്നാൽ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ എപ്രകാരം സാധിക്കും? അവനോട് നീ വീണ്ടും ജനിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഉടനെ അവൻ ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ പോയി വീണ്ടും ജനിക്കണമോ? അതല്ല, പിന്നെയോ നീ ആത്മാവിനാലും വെള്ളത്താലും ജനിക്കുന്ന ആവശ്യത്തെക്കുറിച്ച് അവിടെ കർത്താവ് പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് കർത്താവ് വളരെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞു. അതായത് നീ വീണ്ടും ജനിക്കുന്ന ഇപ്രകാരമാണ്, അത് കാറ്റ് എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു ആരും കാണുന്നില്ല. എന്നാൽ എന്താണ് അത്? ആത്മാവിനാൽ ജനിച്ചവരെല്ലാം അതുപോലെ തന്നെ ആകുന്നു. അപ്പോൾ ആയതുപോലെ, അതായത് നാം ആരും കാണുകയില്ല, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് ഏത് രീതിയിലാണെന്ന് എപ്പോഴും പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അതിൻ്റെ ഫലം നമുക്കറിയാൻ സാധിക്കും. നമുക്കറിയാം, ഈ സുനാമി അല്ലെങ്കിൽ കൊടുങ്കാറ്റ് അല്ലെ ചുഴലിക്കാറ്റ് ഇതൊക്കെയും സംഭവിക്കുമ്പോൾ അത് പോയി കഴിയുമ്പോഴാണ് കാണുന്നത് മരങ്ങളൊക്കെയും കടപുഴയിൽ കിടക്കുന്നത് കാണാം. അതുപോലെ തന്നെ പല മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ. ചില സ്ഥലങ്ങൾ പ്രത്യേകിച്ച് പറയുമ്പോൾ വാഴത്തോട്ടമുള്ളിടത്ത് എല്ലാ വാഴയും ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നത് കാണാം. നെല്ല് ആണെങ്കിൽ അതൊക്കെയും മറിഞ്ഞിങ്ങനെ താഴെയിട്ട് വീണ് കിടക്കുന്ന അല്ലെങ്കിൽ ചരിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണുവാൻ ആ കാറ്റിൻ്റെ ശക്തി അല്ലെങ്കിൽ കാറ്റിൻ്റെ ശക്തിയുടെ അനന്തരഫലം നമുക്ക് ദർശിപ്പാൻ തക്കൊണ്ട് സാധിക്കും. ആയതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് പിൽക്കാലത്ത് അറിയുവാൻ തക്കൊണ്ട് സാധിക്കും. ആയതുപോലെ, അതായത് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലാണ് പ്രവർത്തിക്കുന്നത്. അത് പുറമേ നിന്ന് ആർക്കും കാണുവാൻ കൊണ്ട് സാധിക്കുകയില്ല. പക്ഷേ ആ പ്രവർത്തനം വളരെ ശക്തമാണ്, അത് നിരന്തരമാണ്. അതിലൂടെ അതിൻ്റെ ഫലങ്ങൾ അത് നമുക്ക് കാണുവാനൊക്കെ തീർച്ചയായിട്ടും സാധിക്കും. അതേ പ്രത്യേകിച്ച് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങൾ, എഫേസ്യ ലേഖനം 2:4-8 വരെയുള്ള വാക്യങ്ങൾ പ്രകാരം ഞാൻ വായിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. അതെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദാനമാണ് എന്ത്? അതെ, നാം രക്ഷിക്കപ്പെടുന്നത്. അത് നമ്മുടെ വിശ്വാസമാണ്. അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഞാനെന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് ഞാനെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് സാധിക്കാമെന്ന് കരുതുന്നെങ്കിൽ അത് വൃഥാവാണ്. അതായത് നമ്മുടെ സ്വയപ്രവർത്തനങ്ങളാൽ നമുക്കൊന്നും സാധിക്കില്ല. പിന്നെ ദൈവികമായ വിശ്വാസം, അത് വിശ്വാസികളുടെ ഒരു വലിയ പട്ടിക എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദിമകാലങ്ങളിലുണ്ടായിരുന്ന മനുഷ്യരെക്കുറിച്ചും അതുപോലെ യേശുക്രിസ്തുവിൻ്റെ കാലശേഷമുള്ള മനുഷ്യരെക്കുറിച്ചും എങ്ങനെ അവരുടെ വിശ്വാസ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എബ്രായ എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. അതേ, അനേകരെ കഷ്ടപ്പെട്ടു, അനേകരെ പാടുപെട്ടു, എന്നിരുന്നാലും ദൈവത്തോടു കൂടിയുള്ളതായ
ഒരു വിശ്വാസമാണെങ്കിൽ ദൈവത്തോടുള്ളതായ അവരുടെ വിശ്വാസമാണ് അവരുടെ വളർച്ചയെ, വിശ്വാസ ജീവിതത്തെ ഉയർത്തി കാണിച്ചത്. അബ്രഹാം പിതാവിനെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോരുത്തരെക്കുറിച്ചും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കുന്നത് ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. എന്നാൽ എന്തുകൊണ്ട് പലപ്പോഴും പലരും ചോദിക്കും, എന്തുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികളായ പലരും ഇതുപോലെ നല്ല ഫലങ്ങൾ കായ്ക്കുന്നില്ല? അതിൻ്റെ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, അവരാരും ശരിയായിട്ടുള്ള ഒരു മാനസാന്തര അനുഭവം അവർക്കുണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് പറയാൻ കൊണ്ട് സാധിക്കും. പുറമോടിയായുള്ള ഒരു വിശ്വാസ ജീവിതമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുക നല്ല ശുഭ്രവസ്ത്രധാരികളായിട്ട് പള്ളിയിൽ വരിക, പോവുക, ആരാധനയിൽ പങ്കെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ഹൃദയങ്ങളെ എപ്രകാരമുള്ളതായിരിക്കണം എന്ന് തൂക്കി നോക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. അതായത് അവരുടെ ജീവിത ശൈലിയിൽ അനേക മാറ്റങ്ങളുണ്ടാകും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് റോമാലേഖനത്തിൽ 10:17 വായിക്കുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ അത് നമ്മുടെ വിശ്വാസം എപ്രകാരമുള്ള, നമ്മുടെ വിശ്വാസം കേൾവി, അതായത് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ക്രിസ്തീയ വളർച്ചയിൽ അത് നമ്മെ സഹായിക്കാനൊക്കെ കൊണ്ട് സാധിക്കും. അതേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു, സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. അപ്പോൾ സത്യത്താൽ, അതായത് ദൈവത്തിൻ്റെ വചനമെന്ന സത്യത്താലാണ് നമുക്ക് എന്തുണ്ടാകേണ്ടത്? നാം വിശദീകരണം പ്രാപിക്കേണ്ടത്. അതായത് ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതിന് നാം വിധേയപ്പെടുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തും. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ പാപജീവിതത്തെ ചൂണ്ടിക്കാണിക്കുകയും അങ്ങനെ പാപത്തെ വിട്ടൊഴിഞ്ഞ് ഹൃദയം പൂർണ്ണമായിട്ട് ദൈവ ഇഷ്ടത്തിന് നാം പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അതായത് നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും അതേ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അതേ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി യേശുവിൻ്റെ തലയോളം വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെ കുറിച്ചാണ് തിരുവചനം കൂടുതലായിട്ട് ശ്ലാഘിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അത് ഒരു പ്രാവശ്യം യേശുവിൻ്റെ അമ്മയും തൻ്റെ സഹോദരന്മാരും തന്നെ കാണുവാൻ തക്കവണ്ണം വന്നു. ആ അവസരത്തിൽ ശിഷ്യന്മാരുടെ ഇടയിൽ അത് യേശു ക്രിസ്തു അമ്മയും സഹോദരങ്ങളും വന്നിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. എന്നാൽ അവരോട് യേശു ക്രിസ്തു പറഞ്ഞ മറുപടി എന്താണ്? അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ സഹോദരങ്ങളും. അപ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മകന്, ദൈവത്തിൻ്റെ മകള്, അല്ലെങ്കിൽ സഹോദരൻ, സഹോദരി എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. ആയതുകൊണ്ട് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകൾ ഇതൊക്കെയും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവരായി, ദൈവത്തിൻ്റെ പ്രചോദിതരായി ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കി തീർക്കണം. അതേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, പുളിച്ച മാവിനെ പോലെ. ഇവിടെ ഒരു ഉദരണി വായിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ദ പവർ ഗിവൺ അസ് വർക്ക്സ് ഫ്രം വിതിൻ ഔട്ട്വേർഡ്ലി, ലീഡിങ് അസ് ടു കമ്മ്യൂണിക്കേറ്റ് അതേഴ്സ് ദ ട്രൂത്ത് ദാറ്റ് ഹാസ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ് ടു അസ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സത്യം മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണമുള്ളതായ ഒരു പരിശ്രമമാണ് നമ്മിലുണ്ടാകേണ്ടത്. അത് ഈ സത്യം എന്നതായ ദൂത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ പുളിച്ച മാവിൻ്റെ പ്രവർത്തനം മാതിരി അതിൽ ചിത്രീകരിക്കാൻ തക്കവണ്ണം സാധിക്കും. അതെപ്രകാരമാണ്? അത് ഒരിക്കലും ഈ പുളിച്ച മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് അത് തിന്മയിലേക്കല്ല, പിന്നെയോ നന്മയിലേക്കാണ്. അത് നെഗറ്റീവ് അല്ല, പിന്നെയോ പോസിറ്റീവാണ്. ആനുകൂല്യമായ ഒരു പ്രവർത്തനമായിരിക്കണം. അത് പ്രത്യേകിച്ച് പറയുമ്പോൾ മനുഷ്യരുടെ ഇടയിൽ ഇന്ന് ഒരു മത്സര ബുദ്ധി ഉള്ളതായിട്ട് കാണുവാനൊക്കെ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പുളിച്ചമാവുന്ന സത്യം, സത്യമെന്ന പുളിച്ചമാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് ഒരിക്കലും ഒരു മത്സര ഓട്ടമല്ല, പിന്നെയോ അന്യോന്യം സ്നേഹിക്കുകയും അന്യോന്യം സഹായിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സത്യം നമ്മുടെ ജീവിതങ്ങളെ അത് ഉത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്കറിയാം. സ്വാർത്ഥപരമായിട്ട് മനുഷ്യന് ഈ മത്സരബുദ്ധി വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ അടിച്ചു താക്കുവാൻ തക്കമുള്ള പരിശ്രമമാണ്. കാരണം എനിക്ക് മുൻപന്തിയിലെത്തണം, എനിക്ക് അവനേക്കാൾ മുൻപനാകണം. അപ്പോൾ എന്താണ് കാണിക്കുന്നത്? എങ്ങനെയും മറ്റുള്ളവരുടേതായ പ്രശംസ പിടിച്ച് പറ്റുവാൻ വേണ്ടി നാം എന്ത് ചെയ്യുന്നു? അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ സത്യത്തിന്
വിലയില്ലാതാകും. സത്യം അത് അടിച്ചമർത്തപ്പെടുകയും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വിചാരങ്ങളും അത് നമ്മെ കീഴടക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീരുകയും ചെയ്യും. നമുക്കറിയാം, മനുഷ്യരുടെ ഇടയിൽ പ്രശംസ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രശംസ കേൾക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിന് ആ ഒരു കാര്യം അത് ഒരിക്കലുമല്ല. പിന്നെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിൽ, ദൈവസ്നേഹം അത് നമ്മൾ വളർത്തുവാൻ തക്കവണ്ണം, അതായത് മറ്റുള്ളവന് വേണ്ടി വഴിയൊരുക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു ഉപാധിയായി തീരാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. കാരണം അതായത് ദൈവസ്നേഹം നിറഞ്ഞ് കവിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ തക്കവണ്ണം, അതായത് മറ്റുള്ളവൻ്റെ പ്രവർത്തനങ്ങളെ ആദരിക്കുവാനും അംഗീകരിക്കാനുള്ളതായ ഒരു താല്പര്യം നമുക്കുണ്ടായിത്തീരും. അത് നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ആയിരുന്നുവല്ലോ യോഹന്നാൻ സ്നാപകൻ ജീവിച്ചിരുന്നത്. യോഹന്നാൻ വളരെയധികം പ്രസംഗിച്ചു, വളരെയധികം പേരെ സ്നാനപ്പെട്ടു, വളരെയധികം അനുയായികൾ ഉണ്ടായിരുന്നുവെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ അത് വളരെ നിറപടിയായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ചെറിയ മുറുമുറുപ്പുണ്ടായി. എന്നാൽ യോഹന്നാൻ സ്നാപകൻ്റെ മറുപടി എന്തായിരുന്നു? അവനോ വളരണം, ഞാനോ കുറയണം. എന്നാൽ ആ ഒരു പ്രവണത ഇന്ന് നമ്മുടെ ഇടയിൽ, അതായത് ക്രിസ്തീയ സമൂഹങ്ങളുടെ ഇടയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമാണ്. എങ്ങനെയും അതായത് രാഷ്ട്രീയ കളികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ദേശത്ത് എന്ത് സംഭവിക്കുന്നു അതുപോലെ എങ്ങനെയും അവനെ അടിച്ചതാക്കിയിട്ട് എനിക്ക് കസേര പിടിച്ച് വരണം, അങ്ങനെയുള്ളൊരു ചിന്താഗതി അല്ല വേണ്ടത്. പിന്നെയോ നാം ദൈവകൃപ നിറഞ്ഞവരായി ദൈവസത്യത്തിന് വേണ്ടി അത് മറ്റുള്ളവർക്ക് വഴിയൊരുക്കുകയും അത് തന്നെയുമല്ല മറ്റുള്ളവർക്കൊരു മാതൃകകളായി ജീവിക്കുകയും ചെയ്യണം. അത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെയുള്ളതായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറയുന്നു. 1 പത്രോസ് 1:15-16 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. അതെ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ യേശു ക്രിസ്തു വിശുദ്ധനായിരുന്നതുപോലെ നാം ഓരോരുത്തരും എങ്ങനെയുള്ളവനാണ്? അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധന്മാരാകണം. വെറും പള്ളിയിൽ വരുമ്പോൾ മാത്രമല്ല, ആരാധന സമയത്ത് വരുമ്പോൾ നല്ല മോടിയിൽ വസ്ത്രം ധരിച്ച് വരുമ്പോഴല്ല, പിന്നെയോ നമ്മെ എവിടെ കണ്ടാലും, അതായത് നാം മാർക്കറ്റിൽ പോയിരുന്നാലും അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഇടപാടുകളിലെല്ലാം എന്തുണ്ടായിരിക്കണം? ഞാനൊരു ദൈവമകനാണ്, അനുസരണയുള്ള മകളാണ് എന്ന് എല്ലാ നടപ്പിലും നാം എന്ത് ചെയ്യണം? വിശുദ്ധന്മാരായിരിക്കണം. കാരണം നമ്മുടെ ദൈവം എന്താണ്? ദൈവം വിശുദ്ധനാണ്. ആയതുപോലെ ദൈവത്തിൻ്റെ മകളായ നാം ഓരോരുത്തരും അതേ വിശുദ്ധന്മാരായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിത ശൈലിയാണ് ഈ പുളിച്ച മാവ് സത്യമെന്ന പുളിച്ച മാവ് നമ്മിൽ പ്രവർത്തിക്കേണ്ടത്. വീണ്ടും ഈ പുളിച്ച മാവ്, സത്യമെന്ന പുളിച്ച മാവ് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? അത് നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുകയാണ്. നമ്മുടെ ഇതുവരെയുള്ളതായ ജീവിതം പരിപരിപ്പുള്ളതാണ്. അത് കോപാകുലമായിരുന്ന ജീവിതമാണ്, സ്വാർത്ഥ താല്പര്യം നിറഞ്ഞതാണ്. എന്നാൽ അതൊക്കെയും മാറി നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറണം. അതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ പുളിച്ച മാവിനെക്കുറിച്ച് നമ്മോട് പഠിപ്പിച്ചത്. അത് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, അത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ പുതിയ സൃഷ്ടിയാണ്. അതേ, പഴയതെല്ലാം കഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ പഴയതെല്ലാം കഴിഞ്ഞുപോയ ജീവിതാനുഭവത്തിൽ നാം പുതിയ സൃഷ്ടികളായിട്ട്, ഞാൻ ആദ്യമായി തുടങ്ങിയപ്പോൾ നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞതായ കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായല്ലോ. അതായത് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക. അത് വെറും വെള്ളത്താൽ കഴുകപ്പെടുന്ന എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളം കൊണ്ട് ആ മാറ്റം ഉണ്ടാകണം. ആ മാറ്റം ഉണ്ടാകുമ്പോൾ അത് കണിശമായിട്ടും നമ്മെ കാണുന്നവരെല്ലാം തീർച്ചയായിട്ടും ആ മാറ്റം ദർശിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതായത് ദൈവസ്നേഹം നമ്മിൽ നിറയുമ്പോൾ അത് കവിഞ്ഞൊഴുകുവാൻ തന്നെ ഇടയായിത്തീരും. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾ എല്ലാവരും കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കാരണം നാം യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു വ്യക്തിയാണ്. ആയതുകൊണ്ട് പഴയതെല്ലാം മാറി, ആയതുപോലെ തന്നെ നാം പുതിയതായിട്ട്, അതായത് ഈ അശുദ്ധമായതെല്ലാം നമ്മിൽ നിന്ന് വിട്ടുമാറിയിട്ട് വിശുദ്ധിയുടേതായ ഒരു ജീവിതം നമ്മിലുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കാരണം നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണുള്ളൊരു വലിയ അവകാശമാണ് യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത്. അതായത് തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ
ഈ ഭൂമിയിൽ ദൈവം നമുക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഈ വഴിയെ പിൻപറ്റുമ്പോൾ കണിശമായിട്ടും നമ്മുടെ ജീവിതങ്ങൾ ഈ പറഞ്ഞതുപോലെ പുളിച്ച മാവ് അതേ എന്ന സത്യം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ആ പ്രവർത്തനങ്ങൾ പടിപടിയായിട്ടായിരിക്കും. അത് പടിപടിയായിട്ട് നടക്കുമ്പോൾ നമ്മിൽ അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാകും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ സെല്ലുകൾ അതേ പ്രത്യേകിച്ച് പറയുമ്പോൾ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് പഴയതെല്ലാം പുതിയ സെല്ലുകളായിട്ട് മാറുകയാണ്. അത് എപ്രകാരമാണ് അത് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണത്തില്ല. ചില അവസരങ്ങളിലൊക്കെയും ഇങ്ങനെ കൈവിരലുകളുടെ തൊലിയെല്ലാം എന്ത് ചെയ്യുന്നു, അതിൽ ഒരു ചില പാടമാതിരി ഇങ്ങനെ ഇളകി വന്ന് അത് പോകുന്നതായിട്ട് കാണുമെന്നൊക്കെ കൊണ്ട് സാധിക്കും. ആ സംഭവം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, പക്ഷേ ചില അവസരങ്ങൾ അത് കാണുമെന്നൊക്കെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ ജീവിതത്തിൽ തന്നെ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആയതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും വലിയൊരു മാറ്റം ഉണ്ടാകണം. അതായത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ പറയുമ്പോൾ അതുപോലൊരു ജീവിതാനുഭവം നമ്മുടെ ആത്മീയ ജീവിതം അത് ഉണ്ടാകണം. അത് എന്താണ് സംഭവിക്കുന്നത്? അത് നമുക്കിങ്ങനെ ഒളിച്ചും പാത്തും വെച്ചുകൊണ്ടിരിക്കാൻ കൊണ്ട് സാധിക്കില്ല. അത് പുറമേ അതെല്ലാവരും കാണും. കാരണം അവരുടെ ഫലത്താൽ അവരെ അറിയാം എന്ന് തിരുവചനം അനുശാസിക്കുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം അത് നമ്മുടെ ജീവിതത്തിൽ അത് അനവധിയായ വ്യത്യാസങ്ങളുണ്ടാകും. കാരണം അതുവരെയും നമ്മുടെ ഇടപാടുകൾ, സംസാരങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം ഒരിക്കലും കരുതരുത് മറ്റാരും കാണുന്നില്ല എന്ന്. അനേകർ കാണുന്നുണ്ട്. അതായത് നാം എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെയുള്ള നമ്മുടെ ശൈലികൾ എന്താണ്, നമ്മുടെ സംസാര വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയും മനുഷ്യർ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിന് മഹത്വം കൊടുക്കാനൊക്കെ വേണം. അതായത് ക്രൈസ്റ്റ് ഈസ് ഓണേർഡ് ഇൻ എക്സലൻസ് ആൻഡ് പെർഫെക്ഷൻ ഓഫ് ക്യാരക്ടർ. അത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പാപമില്ലാത്തവൻ എന്ന് പറയുവാനൊക്കെ വേണ്ടിയായിത്തീർന്നു. അതുപോലൊരു അവസരത്തിലേക്ക്, കാരണം കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുന്നു എന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ്, അല്ലാതെ പാപികളെ ചേർക്കുവാനല്ല. പാപത്തിൽ നിന്ന് തങ്ങളെ തന്നെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൻ്റെ രാജ്യത്തിന് കൊള്ളാവുന്ന പൗരനായി തീരുമ്പോൾ യേശു ക്രിസ്തു വരുന്നു, നമ്മെ കൊണ്ടുപോകുന്നു. അതിനുള്ളൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ പുളിച്ച മാവിൻ്റെ ഈ ഉപമ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നല്ലൊരു സ്വഭാവമുള്ളവരായി തീരുവാൻ ഇടയാക്കട്ടെ. യേശുവിൻ്റെ സ്വഭാവം പോലെ, അതായത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഏഞ്ചൽസ് ബ്രേക്ക് ഫോർത്ത് ഇൻ റാപ്ചറസ് സോങ്, ദ ഗോഡ് ആൻഡ് ക്രൈസ്റ്റ് റിജോയ്സ് അവർ സോൾസ് ഫാഷൻഡ് ആഫ്റ്റർ ദ ഡിവൈൻ സിമിലിറ്റിറ്റ്യൂഡ്. അതായത് യേശുവിനെ പോലെ ആകുവാൻ നമ്മൾ പാടാറുണ്ട്. അപ്പോൾ ആ പാട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി ഉണ്ടാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ വചന ഘോഷണത്തിനായി നന്ദിയോടെ സ്തോത്രം. പുളിച്ച മാവിനെക്കുറിച്ചുള്ളതായ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എപ്രകാരമാണ് അത് ഞങ്ങളെ നന്മയിലേക്ക് നയിക്കേണ്ടതെന്ന് തിരുവചനം അനുശാസിച്ചിരിക്കാൻ നന്ദിയുടെ സ്തോത്രം. അതിന് പ്രകാരം ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വിഷയങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങളോ ഞങ്ങളെ താഴെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ എഴുതി അറിയിക്കുക. കണിശമായിട്ടും അതിൻ്റെ മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദൈവം വീണ്ടും